അതുപോലെ നോർത്ത് ഇന്ത്യയുടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, കളറിൻ്റെ ഡിസ്ക്രിമിനേഷൻ ഉണ്ട്, അതുപോലെ തന്നെ കാസ്റ്റിൻ്റെ ഡിസ്ക്രിമിനേഷൻ ഉണ്ട്. എല്ലായിടത്തും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും ഭൂരിഭാഗം സ്ഥലത്തും ഉണ്ട്. അപ്പോൾ എപ്പോഴും മലയാളികൾക്ക് സപ്പോർട്ട് മലയാളികൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ കോളേജ് ചൂസ് ചെയ്യുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ മലയാളികളുള്ള കോളേജ് ചൂസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. നമ്മുടെ കേരളത്തിലെ കീം എന്ന് പറയുന്ന പോലെ അവരുടെ സ്റ്റേറ്റ് കൗൺസിലിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് നിങ്ങൾ അവിടുത്തെ സ്റ്റേറ്റ് മാനേജ്മെൻറ്റ് സീറ്റിന് വേണ്ടിയിട്ട് അപ്ലൈ. ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നു? അപ്പോൾ നമ്മൾ തംബ്നെയിലിൽ കണ്ട കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ തംബ്നെയിൽ കണ്ടപ്പോഴത്തേക്ക് ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ എൻ്റെ പേര് ശില്പ, ഞാൻ ശ്രീനാരായണ മെഡിക്കൽ കോളേജിലെ ഒരു ഫൈനൽ ഇയർ MBBS സ്റ്റുഡൻ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, നമുക്ക് വെറ്റിനറി പ്രൈവറ്റായിട്ട് പഠിക്കാൻ പറ്റുമെന്ന്. അതിനൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ പ്രൈവറ്റ് കോളേജ് ഇല്ല. നമ്മുടെ കേരളത്തിൽ ആകെ 2 ഗവൺമെൻറ് കോളേജേ ഉള്ളൂ. ഒന്ന് വരുന്നത് തൃശ്ശൂരും മറ്റേത് വരുന്നത് വയനാടുമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൗത്ത് ഇന്ത്യയിലേ ഇല്ല, വെറ്റിനറിക്ക് പ്രൈവറ്റ് കോളേജ് സൗത്ത് ഇന്ത്യയിലേ ഇല്ല, ആകെ വരുന്നത് നോർത്ത് ഇന്ത്യയിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാവരുടെയും ഒരു ഡൗട്ടാണ്, നമ്മൾ എങ്ങനെയാണ് അവിടെ ഓപ്ഷൻ വെക്കുന്നത്, നമുക്ക് എങ്ങനെയാണ് അവിടെ കിട്ടുന്നതെന്നൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ 9 പ്രൈവറ്റ് കോളേജസിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതാത് സ്റ്റേറ്റിൻ്റെ കൗൺസിലിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ കീം എന്ന് പറയുന്ന പോലെ അവരുടെ സ്റ്റേറ്റ് കൗൺസിലിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് നിങ്ങൾ അവിടുത്തെ സ്റ്റേറ്റ് മാനേജ്മെൻറ്റ് സീറ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യണം. അങ്ങനെയാണ് നമുക്ക് അവിടുത്തെ സീറ്റ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും പിന്നത്തെ ഒരു ഡൗട്ടാണ് എത്രയാണ് ഫീസ് എന്നുള്ളത്. അപ്പോൾ ഈ 9 പ്രൈവറ്റ് കോളേജുകളിലും ഏകദേശം ഒരു സെയിം ഫീസാണ് മെയിൻറ്റെയിൻ ചെയ്ത് വരുന്നത്. 8 lakhs പെർ ഇയർ ആണ് കേട്ടോ. ഹോസ്റ്റൽ ഫീസ് ഇൻക്ലൂഡിങ് എല്ലാ കൊല്ലവും നിങ്ങൾക്ക് 8 ലക്ഷം രൂപ അടയ്ക്കണം. നമ്മുടെ MBBS പോലെ തന്നെ ഇത് 4.5 വർഷം കോഴ്സ് പ്ലസ് 1 ഇയർ ഇൻറ്റേൺഷിപ്പ് ആണ്. അപ്പോൾ നമ്മൾ 5 വർഷത്തെ ഫീസ് അടയ്ക്കും. MBBSനും 5 വർഷത്തെ ഫീസ് അടയ്ക്കും, സെൽഫ് ഫിനാൻസിങ് BDSനും 5 വർഷത്തെ ഫീസ് അടയ്ക്കും. അപ്പോൾ അങ്ങനെയാണ്. വെറ്റിനറിക്ക് നമ്മൾ 5 കൊല്ലത്തെ ഫീസ് അടയ്ക്കണം. പെർ ഇയർ 8 lakhs ആണ് വരുന്നത് കേട്ടോ. പിന്നെ എല്ലാവർക്കും അറിയാവുന്ന പോലെ നോർത്ത് ഇന്ത്യയുടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, കളറിൻ്റെ ഡിസ്ക്രിമിനേഷൻ ഉണ്ട്, അതുപോലെ തന്നെ കാസ്റ്റിൻ്റെ ഡിസ്ക്രിമിനേഷൻ ഉണ്ട്. എല്ലായിടത്തും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും ഭൂരിഭാഗം സ്ഥലത്തും ഉണ്ട്. അപ്പോൾ എപ്പോഴും മലയാളികൾക്ക് സപ്പോർട്ട് മലയാളികൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ കോളേജ് ചൂസ് ചെയ്യുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ മലയാളികളുള്ള കോളേജ് ചൂസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത്. അപ്പോൾ ഇതിനകത്തിൽ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ വെറ്റിനറി കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുവഴി 4-5 കൊച്ചുങ്ങൾ ഡൽഹിയിൽ ഒരു കോളേജിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഇയറും ഇപ്പോൾ 80 സീറ്റ് ഉണ്ടെങ്കിൽ എല്ലാ ഇയറിലും 25 സീറ്റ് മലയാളികളായിരിക്കും. അപ്പോൾ പിന്നെ നമുക്ക് വേറെ ഉള്ളവർ ഡിസ്ക്രിമിനേഷൻ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് കട്ടയ്ക്ക് നിൽക്കാൻ ആളുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിൽ നിങ്ങൾ ഏത് കോളേജ് എടുത്തു കഴിഞ്ഞാലും ഫീസ് സ്ട്രക്ചർ ഇതൊക്കെ തന്നെയാണ്. പിന്നെ ഇതിനകത്തുള്ള ഡീംഡ് കോളേജസ് വരുന്നുണ്ട് കേട്ടോ. ഈ 9 പ്രൈവറ്റ് കോളേജുകളിൽ ചില കോളേജുകൾ ഡീംഡ് കോളേജസ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പഠിച്ചിറങ്ങിയതിൽ ആരും ഇതുവരെ ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. കാരണം അതിപ്പോൾ റീസെൻ്റ്ലി സ്റ്റാർട്ടായിട്ടുള്ള കോളേജസ് ആണ്. മാത്രമല്ല അവരുടെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കോളേജിൻ്റെതായിട്ടുള്ളൊരു സർട്ടിഫിക്കറ്റ് ആണ് തരുന്നത്. ഇപ്പോൾ ബാക്കിയുള്ള കോളേജുകൾ, ഇപ്പോൾ ഡീംഡ് കോളേജുകളെ അപേക്ഷിക്കുമ്പോൾ ബാക്കിയുള്ള പ്രൈവറ്റ് വെറ്റിനറി കോളേജിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവരുടെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ വരുന്ന പ്രൈവറ്റ് കോളേജസ് ആയിരിക്കും. ഈ ഡീംഡ് കോളേജ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു അതോറിറ്റി ആയിരിക്കും അത് റൺ ചെയ്തുകൊണ്ട് പോകുന്നത്. ബാക്കിയുള്ള കോളേജ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ പോലെ, ഇപ്പോൾ ഞങ്ങളുടെ കേരളത്തിലെന്ന് നമ്മുടെ കേരളത്തിലെന്ന് പറയുമ്പോഴത്തേക്കും ഇത്രയും സെൽഫ് ഫിനാൻസിങ് കോളേജ് ഉണ്ട്. MBBSനും BDSനും ഒക്കെ ഇത്രയും സെൽഫ് ഫിനാൻസിങ് കോളേജ് ഉണ്ട്. ഇതെല്ലാം വരുന്നത് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിൻ്റെ അണ്ടറിലാണ്. അതായത് എല്ലാം കേരള യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലാണ്. അതുപോലെ തന്നെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു സ്റ്റേറ്റിൻ്റെ യൂണിവേഴ്സിറ്റിയുടെ താഴെ വരുന്ന പ്രൈവറ്റ് കോളേജസ് വേണം സെലക്ട് ചെയ്യാൻ. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ മലയാളികൾ ഏറ്റവും കൂടുതലുള്ള കോളേജസ് വേണം സെലക്ട് ചെയ്യാൻ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കുറച്ച് കൊച്ചുങ്ങൾ, എൻ്റെ സബ്സ്ക്രൈബർ കൊച്ചുങ്ങൾ ഈ കോളേജുകളിലൊക്കെ ഉണ്ട്. അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ളൊരു പോസിറ്റീവ് റിവ്യൂ ആണ് തരാനായിട്ട് ഉള്ളത്. അപ്പോൾ എനിക്കൊരു മോട്ടിവേഷനായി എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമുക്ക് പിള്ളേരെ അങ്ങോട്ട് ഇപ്പം ആ കോളേജിൽ ഓപ്ഷൻ വെച്ച് പറഞ്ഞു വിട്ടാൽ ഒരു വിഷമം വരുന്നില്ല. കാരണം അവരൊക്കെ അത്രയും ഹാപ്പി ആയിട്ടാണ് പഠിക്കുന്നത്. അത്ര നല്ല എക്സ്പോഷർ ഉണ്ട്, നല്ല കോളേജസ് ആണ്, നല്ല ഇൻഫ്രാസ്ട്രക്ചർ ആണ്. എവിടെ നമ്മൾ എടുത്തു കഴിഞ്ഞാലും ഫീസ് 8 lakh പെർ ഇയർ ആണ്. പിന്നെ പ്രശ്നമില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ സ്റ്റുഡൻസുമായിട്ട് കണക്ട് ചെയ്ത് തരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ മെസ്സേജ് ചെയ്യട്ടോ, ഞാൻ അവരുമായിട്ട് കണക്ട് ചെയ്ത് തരാം. അപ്പോൾ ഞാൻ അവരുടെ ഒരു റിവ്യൂ ഷൂട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ കൊച്ചുങ്ങൾ അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, അവരങ്ങനെ ഹാപ്പി ആയിട്ട് പഠിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും ഒരു വിശ്വാസം വരില്ല. അപ്പം ഞാൻ അവരുടെ ഒരു റിവ്യൂ ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് അവരുമായിട്ട് ഇനിയിപ്പോൾ പേഴ്സണലി സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ നമ്പറിൽ മെസ്സേജ് ചെയ്യും, ഞാൻ അവരുമായിട്ട് കണക്ട് ചെയ്യാം. ഇനി എന്തെങ്കിലും ഇതിനെ പറ്റിയിട്ടുള്ള ഡൗട്ട് എന്നോട് ചോദിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ടാറ്റാ.